നിത്യവും ഈ മന്ത്രം 3 തവണ ജപിക്കൂ. ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയൂ. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു ശ്ലോകമാണിത്. ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈ ശ്ലോകം ചൊല്ലുന്നത് ഉത്തമമാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപഫലങ്ങൾ ഇല്ലാതാകാൻ ഈ ശ്ലോകം സഹായിക്കും. മനസ്സിലെ ഭയങ്ങളും സങ്കടങ്ങളുമെല്ലാം മാറി മനസ്സിന് ധൈര്യവും സന്തോഷവും ഉണ്ടാകുവാൻ ഈ ശ്ലോകം സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അകറ്റി ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ധനധാന്യങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. ഈശ്വരനിലേക്ക് പൂർണ്ണമായും മനസ്സും ശരീരവും അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭഗവാനോട് ആത്മീയമായ ഒരു അടുപ്പം അനുഭവപ്പെടും. സാധാരണയായി ക്ഷേത്രങ്ങളിൽ തൊഴുതിറങ്ങുന്ന നേരത്തോ അല്ലെങ്കിൽ വീടുകളിൽ നിലവിളക്ക് കൊളുത്തുമ്പോഴോ 3 തവണ ഈ ശ്ലോകം ചൊല്ലുന്നത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. മന്ത്രം ഇതാണ്: ഗതം പാപം ഗതം ദുഃഖം ഗതം ദാരിദ്ര്യമേവ ച ആഗത സുഖസമ്പത്തിം പുണ്യാച തവ ദർശനാത്. ഒരിക്കൽ കൂടി: ഗതം പാപം ഗതം ദുഃഖം ഗതം ദാരിദ്ര്യമേവ ച ആഗത സുഖസമ്പത്തിം പുണ്യാച തവ ദർശനാത്. ഗതം പാപം ഗതം ദുഃഖം ഗതം ദാരിദ്ര്യമേവ ച ആഗത സുഖസമ്പത്തിം പുണ്യാച തവ ദർശനാത്. അർത്ഥം ഇതാണ്: എന്റെ പാപങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു, എന്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു, എന്റെ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പൂർണ്ണമായും ഒഴിഞ്ഞുപോയിരിക്കുന്നു. എനിക്ക് സുഖവും സമാധാനവും സമ്പത്തും സകല ഐശ്വര്യങ്ങളും കൈവന്നിരിക്കുന്നു. ഭഗവാനെ, പുണ്യകരമായ അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതെല്ലാം സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.